ഹായ്. ഈ അടുത്തിടെ മധ്യപ്രദേശ് ഗവൺമെൻറ് ഒരു സുപ്രധാനമായിട്ടുള്ള തീരുമാനം വെളിയിലേക്ക് വിട്ടു. ഈ അടുത്തിടെയല്ല, ശരിക്കും കാലാകാലങ്ങളായിട്ടുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രൊജക്റ്റ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഏതാണ്ട് 100 കോടി രൂപ ചെലവാക്കിക്കൊണ്ട് മധ്യപ്രദേശിലെ ജബൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ മദൻ മഹൽ ഹിൽ എന്ന് പറയുന്നൊരു പ്രദേശത്ത് 24 ഏക്കർ സ്ഥലത്തിൽ ഒരു വലിയ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ റാണി ദുർഗാവതി എന്നുള്ള പേര് കേട്ടിട്ടുണ്ടോ? പലരും കേട്ടിട്ടുണ്ടാവില്ല. റാണി ലക്ഷ്മി ഭായ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും റാണി ദുർഗാവതി പലരും കേട്ടിട്ടുള്ള ഒരു പേരല്ല. അപ്പോൾ ഈ റാണി ദുർഗാവതിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു മെമ്മോറിയലും അതേപോലെ മ്യൂസിയം, ഗാർഡൻ ഇതൊക്കെ നിർമ്മിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഇത് ആ സംസ്ഥാനത്തിൻ്റെ ടൂറിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയൊരു മുന്നേറ്റമായിട്ട് മാറും എന്നാണ് ഇതിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം. റാണി ദുർഗാവതി ഗോണ്ട് ഡൈനസ്റ്റി എന്ന് പറയുന്നൊരു ഡൈനസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഗോണ്ട്വാന എന്ന് കേട്ടിട്ടുണ്ടാവും. ഇവർ ഗോണ്ടി ഭാഷയാണ് സംസാരിക്കുന്നത്. അതായത് ഒരു സമയത്ത് മധ്യപ്രദേശിൻ്റെ പ്രദേശങ്ങൾ മുതൽ ഇങ്ങേറ്റത്ത് ആന്ധ്രാപ്രദേശ് വരെ നീണ്ടു കിടന്ന ഇപ്പോഴത്തെ മഹാരാഷ്ട്രയുടെ പല പ്രദേശങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു വലിയൊരു ഡൈനസ്റ്റിയുടെ രാജവംശത്തിൻ്റെ പേരാണ് ഈ ഗോണ്ട്വാന അല്ലെങ്കിൽ ഗോണ്ട് എന്നൊക്കെ പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു ദൾപത് ഷാ എന്ന് പറയുന്നത്. മുമ്പ് സംഗ്രം ഷാ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാവും. ഈ സംഗ്രം ഷായുടെ മകനാണ് ദൾപത് ഷാ. ഇദ്ദേഹം വിവാഹം കഴിച്ച ആളാണ് ചന്ദേല, രാജ്പുത് ചന്ദേല ഡിനാസ്റ്റിയിൽപ്പെട്ട നമ്മുടെ റാണി ദുർഗാവതി എന്ന് പറയുന്നത്. 7 വർഷത്തെ വിവാഹ ജീവിതം മാത്രമാണ് ഉണ്ടായിരുന്നത്. കാരണം അപ്പോഴേക്കും ദൾപത് ഷാ മരണപ്പെട്ടു. ശേഷം ഇവരുടെ ഒരു മകനാണുള്ളത്, 5 വയസ്സുള്ള മകൻ, വീർ നാരായൺ എന്നാണ് ആ മകൻ്റെ പേര്. അപ്പോൾ മകന് ഭരിക്കാനുള്ളൊരു പ്രായമാകാഞ്ഞതുകൊണ്ട് മകന് വേണ്ടിയിട്ട് ഏതാണ്ട് നീണ്ട 16-17 വർഷം ഈ പറയുന്ന ഡൈനാസ്റ്റി ഭരിച്ച ധീരയായിട്ടുള്ളൊരു വനിതയുടെ പേരാണ് റാണി ദുർഗാവതി. അങ്ങനെ അവർ ആ രാജവംശം നല്ല രീതിയിൽ ഗംഭീരമായി മുമ്പോട്ട് കൊണ്ടുപോയി. ഒടുക്കം മുഗൾ ഡിനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട, മുഗൾ വംശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധത്തിൽ, അപ്പോൾ ആ യുദ്ധത്തിൻ്റെ ഭാഗം അക്ബറിൻ്റെ സമയത്താണ്, അതിൻ്റെ ഭാഗമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ നേരിട്ട് യുദ്ധം നയിച്ച ധീരയായിട്ടുള്ള വനിതയാണ് എന്നാണ് പറയുന്നത്. യുദ്ധം നയിക്കാൻ കഴിയാത്ത സാഹചര്യം, സേനാംഗങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഈ രണഭൂമിയിൽ വീണു തുടങ്ങിയപ്പോൾ സ്വന്തം വാളെടുത്ത് ആത്മാഹൂതി ചെയ്ത ധീരയായ വനിതയാണ് റാണി ദുർഗാവതി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉള്ള പുതിയ തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതിനും ധീരരായിട്ടുള്ള ഒരുപാട് വനിതകളുടെ രക്തസാക്ഷിത്വം നമ്മുടെ ചരിത്രത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ടൊക്കെ ബന്ധപ്പെട്ടും രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ടൂറിസം, ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പുരോഗതി, ഇതൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത് എന്നാണ് പറയുന്നത്. നല്ല ഗംഭീരമായിട്ട് നടക്കട്ടെ, നമുക്ക് എല്ലാവർക്കും പോയി കാണാൻ തക്കവണ്ണം ഒരുപാട് കാര്യങ്ങളുള്ള വലിയൊരു ഉദ്യമമായിട്ട് ഇത് തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.